ജനുവരി 22 വിശുദ്ധ വിൻസെൻ്റ് പള്ളോട്ടി. ആത്മരക്ഷാ തീഷ്ണത, പ്രായശ്ചിത്താനുഷ്ഠാനം, സഹനം എന്നിവയിലൂടെ തൻ്റെ ജീവിതത്തെ നയിച്ച വിശുദ്ധൻ 1850 ജനുവരിയിൽ മരണമടഞ്ഞു. റോമിലെ സാൻ സാൽവത്തോരെ ദേവാലയത്തിൽ ഇന്നും അഴിയാത്ത ഭൗതികദേഹം നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ വിൻസെൻ്റ് പള്ളോട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാം. 1795 ഏപ്രിൽ മാസം 21-ാം തീയതി റോമയിലെ ഒരു കുലീന കുടുംബത്തിലാണ് വിൻസെൻ്റ് പള്ളോട്ടിയുടെ ജനനം. സാധാരണ വിദ്യാഭ്യാസത്തിന് ശേഷം സെമിനാരിയിൽ ചേർന്ന് 1820 ഒരു രൂപതാ വൈദികനായി പട്ടം സ്വീകരിച്ചു. ദൈവശാസ്ത്രാധ്യാപകനായിരിക്കുമ്പോൾ അജപാലന പ്രവർത്തനങ്ങളിലും സജീവമായി. 1837 കോളറ ബാധയുടെ സമയത്ത് സ്വജീവനെ വിസ്മരിച്ചുകൊണ്ട് രോഗീ ശുശ്രൂഷകളുമായി മുന്നോട്ട് പോയി. പള്ളോട്ടൈൻ സഭാസ്ഥാപകനായ വിശുദ്ധ വിൻസെൻ്റ് പള്ളോട്ടിയോടൊപ്പം തൻ്റെ ജീവിതകാലത്ത് 12 ആളുകൾ മാത്രമേ സഭാംഗങ്ങളായിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് പള്ളോട്ടൈൻ സഭ ലോകമാസകലം വ്യാപിച്ച് തങ്ങളുടെ ശുശ്രൂഷകളുമായി മുന്നേറുന്നു. നെപ്പോളിയൻ യുദ്ധം കൊണ്ട് വരുത്തിയ ആത്മീയ നഷ്ടങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടി കാലഘട്ടത്തിൻ്റെ അപ്പോസ്തോലനായി ഉയർത്തപ്പെട്ട വിൻസെൻ്റ് അച്ഛൻ്റെ പ്രസംഗങ്ങളും കുമ്പസാരിപ്പിക്കലുകളും 2-ാം ഫിലിപ്പ് നേരി എന്ന വിളിപ്പേര് നൽകി. പൗരസ്ത്യ സഭകളുടെ പുനരൈക്യത്തിനു വേണ്ടി എപ്പിഫനി അഥവാ പ്രത്യക്ഷീകരണ തിരുനാളിൻ്റെ 8-ാം നാൾ ആചരണം ആരംഭിച്ചു. ദൈവവചന ശുശ്രൂഷകളിൽ എപ്പോഴും ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്തു. മനുഷ്യ മനസ്സിൻ്റെ നിഗൂഢതകൾ മനസ്സിലാക്കുവാൻ വിൻസെൻ്റ് അച്ഛന് സാധിച്ചിരുന്നു. ജയിലറുകളിൽ കഴിയുന്നവരുടെ മാനസാന്തരത്തിനും ആത്മീയ ശുശ്രൂഷകൾക്കുമായി ആളുകളെ തിരഞ്ഞെടുത്ത് പരിശീലിപ്പിക്കുമായിരുന്നു. കൊലമരത്തിന് സമീപം പോയി മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ന് നീ എന്നോടൊപ്പം പറുദീസയിലായിരിക്കുമെന്ന് നല്ല കള്ളനോട് പറഞ്ഞ ഈശോയെ പോലെ വിശുദ്ധ വിൻസെൻ്റ് ഒരു പാപിയുടെ മാനസാന്തരത്തിനായി എത്രത്തോളം പ്രാധാന്യം നൽകിയിരുന്നുവെന്ന് ഈ ഒരു പ്രവൃത്തിയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ആഗോള സുവിശേഷവൽക്കരണത്തിനായി ആരംഭിച്ച കത്തോലിക്ക പ്രേക്ഷിത സംഘത്തിന് 1853 മാർപ്പാപ്പയുടെ അംഗീകാരം ലഭിച്ചു. അതാണ് ഇന്നത്തെ പള്ളോട്ടൈൻ സഭ. 1850 ജനുവരിയിൽ നിര്യാതനായ അച്ഛനെ 1963 ജനുവരി 20 ജോൺ 23-ാമൻ മാർപ്പാപ്പ വിശുദ്ധനായി നാമകരണം ചെയ്തു.